ആദ്യക്കുട്ടീൻ്റെ മുടിയുടെ തുമ്പ് ഞാൻ വെട്ടി. അപ്പം മനുഷ്യനാണിത്. ആദ്യമേ പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാവും. ആദ്യക്കുട്ടി ഇതുവരെ ഉറങ്ങിയിട്ടില്ല. രാവിലെ എണീറ്റ് തുടങ്ങിയ കളിയാണ്. ആദ്യക്കുട്ടോ ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ആദ്യക്കുട്ടി എണീറ്റു. നമ്മളിനി ആദ്യക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആദ്യക്കുട്ടിയുടെ ഫുഡ് റൊട്ടീനാണ്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, ആദ്യക്കുട്ടിയുടെ ഫുഡ് റൊട്ടീൻ്റെ വീഡിയോ ഒന്ന് ഇടുമെന്ന്. കഞ്ചു കൊക്കാം ആളിപ്പം ജസ്റ്റ് എണീറ്റിട്ടേ ഉള്ളൂ. അപ്പം അതിൻ്റെ ആണ് ഒരിതിലിരിക്കുന്നത്. ആദ്യക്കുട്ട ചിരിച്ചേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തപ്പ് ഒട്ടിക്കേ, കൈ ഒട്ടിക്കേ. 1 2 3 4 1 2 3. നമസ്തേ പറഞ്ഞ എല്ലാവർക്കും രാവിലെ. നമസ്തേ നമസ്തേ പറഞ്ഞേ. നമസ്തേ നമസ്തേ ടാറ്റയോ നമസ്തേ. ഓക്കെ നമസ്തേ. അപ്പം നമ്മൾ രാവിലെ ആദ്യക്കുട്ടി എണീറ്റിട്ട് ആദ്യക്കുട്ടിയുടെ മുഖമൊക്കെ ഒന്ന് കഴുകി ആദ്യക്കുട്ടീൻ്റെ പല്ലൊക്കെ ഒന്ന് ജസ്റ്റ് തേച്ച് ആദ്യക്കുട്ടീനെ സുന്ദരിക്കുട്ടി ആകട്ടെ. എന്നിട്ട് ആദ്യക്കുട്ടിക്ക് പാപ്പം തരാം. അപ്പോഴത്തേക്ക് നമ്മൾ ആദ്യക്കുട്ടിക്കുള്ള പാപ്പ് ശരിയാക്കാം. ഓക്കെ ടാറ്റ പറ. നമ്മളിപ്പം വരാന്ന് പറ. മിക്കായിട്ട് ഇപ്പം വരാന്ന് പറ. ആദ്യക്കുട്ടീൻ്റെ മുടിയുടെ തുമ്പ് ഞാൻ വെട്ടി ഡോറാബുജി ആക്കി. ആദ്യക്കുട്ടി പാട്ട് പാടി. കച്ചും 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 കച്ചും. കച്ചും കച്ചും പാടിയേ. കച്ചും കച്ചു കാത്തു. ആര് പറഞ്ഞു മ്യാവൂ. കച്ചും കച്ചും. ടാറ്റാ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് കാണാം. അടുക്കളയൊക്കെ ഇന്നലെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് വൃത്തിയാക്കിയിട്ടേക്കാണ്. കുറച്ച് ഉണക്കമുന്തിരി വെള്ളത്തിൽ ഇട്ടതാണ്. ഇതിപ്പം ഞാനും ക്ഷമിച്ചേട്ടനും ആദ്യക്കുട്ടിയും കുടിക്കും. നമ്മുടെ ചീര അങ്ങോട്ട് സെറ്റായില്ല. ഇപ്രാവശ്യം ഭാവിയതും അങ്ങോട്ട് വളർന്നില്ല. ഇങ്ങനത്തെ ഒരു ആരോഗ്യമില്ലാത്ത ചീരയാണ് കേട്ടോ. ഇത് നമ്മുടെ കുക്കുംബറാണ്. കുക്കുംബർ ഏകദേശം സെറ്റായിട്ടുണ്ട്. എന്നാലും മാറ്റി നന്നതിന് പുറത്തോട്ട് ഇറക്കണം. കുക്കുംബറിനെ എന്താണ് സെറ്റാക്കും. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ആദ്യക്കുട്ടിയുടെ ഫേവറേറ്റ് ദോശയും സാമ്പാറുമാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ പരിപ്പ് എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ദാലാണ് യൂസ് ചെയ്തത്. അപ്പം ഞാൻ ഇടയ്ക്ക് ദാൽ വെച്ചിട്ട് ഇങ്ങനെ വെക്കാറുണ്ട് സാമ്പാർ. നല്ല ടേസ്റ്റാണ്, നല്ല കുറുകിയൊക്കെ കിട്ടും. ഞാൻ സാമ്പാർ വെക്കുമ്പോൾ ഫസ്റ്റ് പരിപ്പ് മാത്രമായിട്ട് ഇട്ടൊന്ന് വിസിലടുപ്പിക്കും. അതിനുശേഷം ഞാൻ കഷ്ണങ്ങളൊക്കെ ഇടാറുള്ളൂ. എന്നെ ഇത് രേഖ ചേച്ചിയാണ് കേട്ടോ പഠിപ്പിച്ചത്. അപ്പോൾ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പം ഞാൻ ദാലെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കർ വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ. അപ്പം ബാക്കി ഞാൻ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഞാൻ സാമ്പാർ വെക്കുമ്പം കിഴങ്ങും ക്യാരറ്റും സവാളയും മാത്രമേ ഇടാറുള്ളൂ. ബാക്കി കഷ്ണങ്ങളൊന്നും നമ്മുടെ കയ്യിൽ അങ്ങനെ കാണത്തില്ല. അപ്പം ഇതിട്ടായിരിക്കും സാമ്പാർ വെക്കുന്നത്. ആദ്യക്കുട്ടിക്കാണെങ്കിൽ കിഴങ്ങും ക്യാരറ്റും ആണ് ഇഷ്ടം. അപ്പം ഇന്ന് നമ്മുടെ കയ്യിൽ മത്തങ്ങ ഉണ്ടായിരുന്നു, വെള്ളരിക്ക ഉണ്ടായിരുന്നു എക്സ്ട്രാ ആയിട്ട്. സാധാരണ നമ്മൾ ഒരു കുഞ്ഞ് സാമ്പാറാണ് വെക്കുന്നത്. ഇന്നും കുറച്ചേ വെക്കുന്നുള്ളൂ, എന്നാലും കഷ്ണങ്ങൾ കുറച്ചുണ്ട്.
അപ്പം ഞാനെല്ലാം ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇവിടെ ദോശ ഇഡലി വെച്ച് കഴിഞ്ഞാൽ സാമ്പാറും ചമ്മന്തി ഉണ്ടാക്കൽ പതിവാണ്. ശംഭുചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കുഴച്ചടിക്കാൻ. അപ്പം ഇന്നെന്തായാലും സമയക്കുറവ് കൊണ്ടും പിന്നെ ചമ്മന്തി വേണ്ട, തേങ്ങ ഒരുപാട് കഴിക്കണ്ടെന്ന് വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കുന്നില്ല. നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഞാൻ ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തെടുക്കണം. ഒരു 2-3 വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കും, എല്ലാ അഴുക്കുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പാത്രത്തിലോട്ട് തന്നെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് കട്ടിയിൽ അരിയാനാണ് ഇഷ്ടം. ചിലർ നീളത്തിൽ അരിയുന്നതാണ്, എനിക്ക് ഇങ്ങനെ അരിയുന്നതാണ് കേട്ടോ ഇഷ്ടം. അതാകുമ്പോൾ ഒരു സാമ്പാറും അവിയലും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വേണ്ടേ. അപ്പം ഈ സാമ്പാറിന് കട്ടിയിലും അവിയലിന് നീളത്തിലും അരിയുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ പണ്ടോട്ടെ വീട്ടിൽ കണ്ടുവന്ന അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ വെന്ത് സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പം ഞാൻ അതിനകത്തിലോട്ട് കുക്കർ തുറന്ന് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതും കൂടെ വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ദോശമാവ് ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നെസ്റ്റോയിൽ നിന്ന് മൂന്നാറിൻ്റെ ദോശമാവ്. അപ്പം അത് ഞാനെല്ലാം മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി സാമ്പാറിൻ്റെ മസാലക്കൂട്ട് തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ ഒരു പാനാണ് ഞാൻ എടുത്തത്. സാധാരണ നമ്മൾ ചട്ടിയാണ് എടുക്കുന്നത്, ഇതെനിക്ക് ഒരബദ്ധം പറ്റിപ്പോയതാണ്. പിന്നെ ഞാൻ ചട്ടിയിലോട്ട് സാമ്പാർ മാറ്റിയിട്ടുണ്ട്. കടുക് താളിച്ച് നമ്മുടെ പറ്റൽമുളകും ഇട്ട് തക്കാളി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ഒരു നുള്ളു മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, അതുപോലെ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് ഒരു പച്ചമണം മാറുന്നത് വരെ കുറച്ച് നേരം വഴറ്റി ഫൈനലി നമ്മുടെ സാമ്പാർ റെഡിയായി. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ദോശ ചുടുന്നതാണ്. അപ്പോൾ ശംഭുചേട്ടന് 2 ദോശ മതിയെന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം നെയ് റോസ്റ്റ് വേണ്ട, സാധാ ദോശ മതി, കുറച്ച് കട്ടിയിൽ ചുട്ടോ 2 എണ്ണം മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ രീതിയിൽ തന്നെ ദോശ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശംഭുചേട്ടനുള്ള ആദ്യത്തെ ദോശ റെഡിയായി. 2ാമത്തെ ദോശ ഞാൻ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ആദ്യക്കുട്ടിക്കുള്ള ദോശയാണ്. കുറച്ച് നെയ്യ് കൂടുതലിട്ട് ഉള്ള ഒരു നെയ് റോസ്റ്റാണ് ആദ്യക്കുട്ടിക്ക് ഞാൻ കൊടുക്കുന്നത്. അല്ലാണ്ട് ആദ്യക്കുട്ടിക്ക് അങ്ങനെ നെയ്യ് അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ കുറച്ച് നെയ്യ് കൂടുതലിട്ട് കൊടുക്കാറുണ്ട് ആദ്യക്കുട്ടിക്ക്. ഒരു ഇച്ചിരി മാവെടുത്തിട്ട് നന്നായിട്ട് പരത്തിയാണ് ഞാൻ ചുട്ടേക്കുന്നത്. അപ്പം ആദ്യക്കുട്ടിക്കുള്ള ദോശയായി. ആദ്യക്കുട്ടി പാപ്പം കച്ചാൻ പോവാം കേട്ടോ. എങ്ങനെയുണ്ട് ദോശപ്പാപ്പം? ഇങ്ങനുണ്ട് ദോശ പാപ്പം. ആദ്യക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ദോശ. ഭയങ്കര ഇഷ്ടമാണ് ദോശ. ഉണ്ടാക്കിയ നെയ്യ് ഒഴിച്ച് ഇച്ചിരി നന്നായിട്ട് കൂടുതൽ നെയ്യ് ഒഴിച്ച് ഒരു ദോശ ഉണ്ടാക്കി. അത് ആദ്യക്കുട്ടി കഴിക്കുന്നത്. പിച്ചി കൊടുത്തു കഴിഞ്ഞാൽ പിച്ചി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആളെടുത്ത് കഴിച്ചോളും. പിന്നെ എനിക്കിപ്പം ഫുഡൊക്കെ കൊടുത്ത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിനും കുളിപ്പിക്കണ ആളുണ്ട്. അപ്പം എനിക്ക് തിരക്കുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഞാനങ്ങ് വാരി കൊടുത്തിട്ട് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കും. അപ്പം ഞങ്ങൾ തനിയെ കഴിച്ചു ഇല്ലേ, കഴിക്കും. അപ്പം അത് ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഇതൊക്കെ പുതിയ ഡെവലപ്മെന്റ്സ് ആണ്. നേരത്തെ കൊടുക്കുമ്പോൾ പ്ലേറ്റിൽ കൊടുക്കുമ്പോൾ കഴിക്കത്തില്ലായിരുന്നു, താഴേന്ന് എടുത്തേ കഴിക്കത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പം പ്ലേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും. സ്വന്തമായിട്ട് ഇങ്ങനെ ക്യാമറയെ സ്വയം കണ്ടിട്ട് മതിമറന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ആണെങ്കിൽ ആദ്യക്കുട്ടീനെ ഫുഡ് കൊടുക്കാൻ, ആദ്യക്കുട്ടി വിശന്ന് കഴിഞ്ഞാൽ ഫുഡ് നമ്മുടെ അടുത്ത് വന്നിരുന്ന് കഴിച്ചോളൂ. ഇങ്ങനെ ഓടി നടന്ന് കൊടുക്കുമോ അല്ലെങ്കിൽ TV മൊബൈൽ ഫോണോ കാണിച്ചു കൊടുക്കുമോ അങ്ങനത്തെ ഒന്നുമില്ല. എന്നാൽ ഇതൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളുമല്ല, ഫോണും TVയും കാണിച്ചു കൊടുക്കുന്നതും അതൊന്നും. ഇടയ്ക്ക് ആദ്യക്കുട്ടി കാത്തു കാണുമായിരുന്നു, കാത്തു ഫാനായിരുന്നു. ഇപ്പം കാത്തും അങ്ങനെ കാണിക്കലില്ല. കാത്തും കാത്തും കച്ചും കച്ചും. തപ്പ് പൊട്ട് വേണോ? അതിക്കുട്ടി ഇപ്പൊ ഫസ്റ്റ് അടിക്കുമല്ലോ, അതിക്കുട്ടി മിടിക്കുക അല്ലേ അല്ലേ അല്ലേടാ സുന്ദര. അത്യാവശ്യം എരിവുണ്ട് സാമ്പാറിന്, പക്ഷെ ആദ്യക്കുട്ടി കഴിക്കുന്നുണ്ട് കേട്ടോ സാമ്പാറും കൂട്ടി. എന്താ ചിരിക്കുന്നത്?
വെള്ളം കുടിക്കുന്നതിൻ്റെ ശരിയാണ്. ഈ വാട്ടർ ബോട്ടിലിന് 2 പിടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് കുടിച്ച് കളഞ്ഞ ആൾ. അനിയൊക്കെ എടുത്ത് വെച്ച് വെള്ളം കുടിച്ചോളൂ ദാഹിച്ചാലും. കുറച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് ഫ്രൂട്ട്സ് കൊടുക്കും. ആപ്പിളൊക്കെ കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിൽ കൊടുക്കും. ആൾ തനിയായിരുന്നു എടുത്ത് കഴിച്ചോളും. പിന്നെ ഉച്ചയാകുമ്പോൾ നമ്മുടെ കൂടെ ചോറ് കഴിക്കും. ശമ്പുചേട്ടന് ഇന്ന് സാമ്പാർ ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ഗോതമ്പൂട്ട് മതിയെന്ന് പറഞ്ഞു. ഭയങ്കര ഇഷ്ടം ഗോതമ്പൂട്ട് സാമ്പാർ. കഥ ഓർക്കാൻ വേണ്ടി കിടന്ന് വിളിച്ചോണ്ടിരിക്കുക. അച്ഛൻ ഫോണിൽ സംസാരിക്കുമോ? ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അരി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അരി ഇട്ടിട്ടാണ് ഞാൻ ആദ്യക്കുട്ടീനെ കുളിപ്പിക്കാൻ പോയത്. അരിയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മീൻ വൃത്തിയാക്കാനുള്ള പരിപാടിയിലാണ്. കഴിഞ്ഞ ദിവസം നെസ്റ്റോയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. ചൂട കണ്ട് കൊതി തോന്നി, പക്ഷെ അത്ര നല്ല മീനല്ലായിരുന്നു. പിന്നെ ഒരുവിധമൊക്കെ കഴുകി വൃത്തിയാക്കി വറക്കാമെന്ന് വിചാരിച്ചു മസാലയൊക്കെ ഇട്ട് സെറ്റാക്കി കുറച്ച് നേരം വെച്ചു. അത് കഴിഞ്ഞ് തവ ചൂടാക്കി അതിനകത്തിലോട്ട് എണ്ണ ഒഴിച്ചു. മീൻ ഒരു വിധത്തിൽ വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്നലത്തെ അവിയലാണ്. അപ്പം ഇതും കൂടെ ഉണ്ട്. ഇതും ചൂടാക്കണം. പിന്നെ ആദ്യക്കുട്ടിക്ക് ഇതും കൂടെ കൊടുക്കണം. ഇന്നലെ വാങ്ങിച്ചപ്പോൾ ഇതും കൂടെ വറക്കണം എന്തായാലും. ആദ്യക്കുട്ടിക്ക് ഞാൻ ചൂട് കൊടുക്കുന്നില്ല. അപ്പോൾ ആദ്യക്കുട്ടിക്കുള്ള മീനും വറുത്ത് ശംചാനുള്ള പുട്ടും സെറ്റാക്കി വെച്ചു. ആദ്യക്കുട്ടി കുളിച്ച് സുന്ദരിയായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. ഇനി ആദ്യക്കുട്ടി ആപ്പിൾ കഴിക്കാൻ പോവാണ്. ആദ്യക്കുട്ടനെ സെറ്റിയിലിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യക്കുട്ടനുള്ള ആപ്പിളാണിത്. കൊള്ളാമോ ആദ്യക്കുട്ടി? ആദ്യക്കുട്ടി സൂപ്പറാണോടാ? ആദ്യക്കുട്ടി പാപ്പം കഴിച്ചോണ്ടിരിക്കുക. ആപ്പിൾ പാപ്പം. ആദ്യക്കുട്ടി, ആദ്യക്കുട്ടി എന്തോന്ന് വിളിയട്ടെ? കൈകൊട്ട് കൈകൊട്ട്. ഡാൻസ് കളിച്ചേ. ദില്ലം മണ 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 ദില്ലം 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 ദില്ലം. പാട്ടുപാട്. കത്തും കത്തും കത്തും. മറ്റേ പേടിപ്പിച്ച പേടിപ്പിച്ചേ. കുറ്റി പേടിച്ചു പോയി. ഉമ്മ തന്നെ. അമ്മയ്ക്കൊരു ഉമ്മ തന്നെ. അമ്മയ്ക്കൊരു ഉമ്മ. അമ്മയ്ക്കൊരു ഉമ്മ തന്നെ. ഫ്ലൈങ് കിസ് അല്ല അച്ഛി. അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. രണ്ടുപേരും തമ്മിൽ ഇവിടെ ഭയങ്കര കളി നടന്നുകൊണ്ടിരിക്കുക. ആദിക്കുട്ട, ആദിക്കുട്ട ഭയങ്കര കളിയില്ല. അച്ഛനൊരു കടി കൊടുത്തേ. അതോരച്ചില്ല താടി വെച്ച്. ആദിക്കുട്ടോ, അപ്പൊ ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോവാണേ. ഫുഡ് എനിക്ക് ഗോതമ്പ് പുട്ടാണ്. സാമ്പാർ ഉള്ളതുകൊണ്ട് ഗോതമ്പ് പുട്ട് മതിയെന്ന് രാവിലെ പറഞ്ഞിട്ട് പോയി. അപ്പൊരി വറുത്തത്. ഈ സാമ്പാർ അങ്ങോട്ട് കുഴച്ചിച്ചിരി അവിയലും വെച്ച് ആ മീനേന്ന് ഒരള്ളി അതും കൂടെ വെച്ച്
ഇത് ആദ്യക്കുട്ടിക്കും എനിക്കും കൂടിയുള്ള ചോറാട്ടോ. ആദ്യം ആദ്യക്കുട്ടിക്ക് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് ഞാനും കഴിക്കും. ആദ്യക്കുട്ടി പാപ്പം കച്ചൻ പോവാ. ആദ്യക്കുട്ടിയുടെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ചോറും കിഴങ്ങുമെഴുക്കുവരട്ടി കേട്ടോ. പിന്നെ പരിപ്പും പപ്പടവും ചോറും ദാലും ചോറും അല്ലേ ആദ്യക്കുട്ടി? മിക്കിപ്പെണ്ണ അല്ലേ? മിക്കിപ്പെണ്ണല്ലേ? കൊള്ളാമോ? കാച്ചു കാച്ചു കേട്ടോ. ആദ്യക്കുട്ടി അപ്പോൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യക്കുട്ടിക്ക് ഇപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ട് കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ആദ്യക്കുട്ടി ഇങ്ങനെ പാലും കുടിച്ചുകൊണ്ടിരിക്കും. പിന്നെ നോർമലി നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ നമ്മുടെ കൂടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യും. കുളിച്ചെല്ലാം ഫ്രഷായി വന്നിട്ടുണ്ട്. പിന്നെ ആദ്യക്കുട്ടി ഇതുവരെ ഉറങ്ങിയിട്ടൊന്നുമില്ല. ആദ്യക്കുട്ടി ഇവിടെ ഭയങ്കര കളിയിലാണ്. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. രാവിലെ എണീറ്റ് തുടങ്ങിയ കളിയാണ്. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഇവിടെ എല്ലാം അലങ്കോലമാക്കി ഇട്ടിട്ടുണ്ട്. ആദ്യക്കുട്ടന് ഉറക്കം വരുന്നില്ലേടാ? കള്ളച്ചിരിയുണ്ടോ ആദ്യക്കുട്ടാ? പാട്ടൊക്കെ പാടുമോ? ആരെയാ വിളിക്കുന്നേ? അച്ഛനെയാണോ വിളിക്കുന്നേ? എവിടെ പോവാ? ആദ്യക്കുട്ടി ഇവിടെ അച്ഛനുമായിട്ട് കളിയാണ്. അച്ഛനൊരു ഉമ്മ കൊടുത്ത ആദ്യക്കുട്ടി. നിങ്ങളിത് കാണും. എൻ്റെ അമ്മ. ആദ്യക്കുട്ടി എന്തോ ഇത്? ആദ്യക്കുട്ടി ഹലോ ആദ്യക്കുട്ടി പൊന്നേ എല്ലാം നിരത്തിട്ടേക്കോ. ആദ്യക്കുട്ടൻ നല്ല ഉറക്കത്തിലാണ്. എനിക്കാണെങ്കിൽ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ചെയ്യും. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ആദ്യക്കുട്ടി എണീറ്റ്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരം കൂടി ഉറങ്ങേണ്ടതാണ്. പക്ഷെ ഇവിടെ രോഹിത് ശർമ്മ സെഞ്ചുറിയൊക്കെ അടിച്ചതിൻ്റെ സന്തോഷത്തിൽ ശംഭുച്ചേൻ്റെ അലർച്ച കേട്ട് കൊച്ച് എണീറ്റ്. ഇത് വൈകിട്ട് ഞാൻ വിളക്ക് കത്തിച്ച് നാമം ചൊല്ലുന്ന സമയത്ത് ആദ്യക്കുട്ടി ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ബഹളം വെക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ശംഭുചേൻ്റെ അടുത്താണ്. ഞാൻ നാമം ചൊല്ലാനിരിക്കുമ്പോൾ ആദ്യക്കുട്ടി എപ്പോഴും വന്നിട്ട് എൻ്റെ വായിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ എന്തോ പറയുന്നതെന്ന്. അപ്പം ഞാൻ ആദ്യക്കുട്ടിയെ പിടിച്ച് എൻ്റെ മടിയിലൊക്കെ ഇരുത്താനൊക്കെ നോക്കിയാൽ കുറച്ച് നേരമൊക്കെ ഇരിക്കും. പിന്നെ ആദ്യക്കുട്ടിയുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ ബഹളമാക്കിക്കൊണ്ടിരിക്കും. എന്നെ നാമം ചൊല്ലാൻ സമ്മതിക്കത്തില്ല അവളെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യക്കുട്ടിക്ക് ചുമ്മാ ഒരു ഇച്ചിരി സ്ട്രോബെറി അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ശംചേനോട് പറഞ്ഞു സ്ട്രോബെറി ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ എക്സ്പ്രഷൻ്റെ വീഡിയോ ഒക്കെ ശംചേട്ടൻ എടുത്ത് വെച്ചേക്കുവാണ്. ഞാൻ ഈ സമയത്ത് അടുക്കളയിലാണ്. അപ്പോൾ ശംചേട്ടൻ എടുത്ത് വെച്ചിരുന്ന വീഡിയോസാണ് ഇതൊക്കെ. അപ്പം ആദ്യക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്ട്രോബെറി. ഇച്ചിരി പുളിയും ഇച്ചിരി മധുരവും ഒക്കെ കൂടെ ഉള്ളതുകൊണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആദ്യക്കുട്ടിക്ക് ഉറക്കമൊക്കെ എണീറ്റപ്പോഴത്തേക്കിനും വിഷമായിരുന്നു. അപ്പം ഞാനൊരു ഏത്തയ്ക്ക അതൊന്നും കഴിച്ചൊന്നുമില്ല, കുറച്ച് പിച്ചി ഇങ്ങനെ കൊടുത്തോണ്ട് ആദ്യക്കുട്ടിയെ അച്ഛൻ ഏത്തയ്ക്ക കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി കുറച്ച് കഴിയുമ്പോൾ ആദ്യക്കുട്ടി ചോറ് കഴിക്കും. വൈകിട്ട് സ്പെഷ്യൽ കോഫി കാണിക്കുന്നു. കിങ്സിന്റെ അടിപൊളി നെസ്കഫെ കോഫി. ഞാൻ പണ്ടൊരിക്കൽ ലവ് ചിഹ്നം ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഗൈസ്. നിങ്ങൾ ഇത് കേൾക്കണം. ലവ് ചിഹ്നൊക്കെ ഇട്ട് കൊടുത്തു.
ഈ ശംഭുചേട്ടൻ അത് കുടിച്ചും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചേ ശംഭുചേട്ടാ എന്തെങ്കിലും കണ്ടായിരുന്നോ? ശംഭുചേട്ടൻ ആ മണ്ടയ്ക്ക് കാപ്പിപ്പൊടി വെതറി കിടക്കുന്നുണ്ടായിരുന്നു. ആ മനുഷ്യനാണിത്. ആദ്യമേ പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാവും. ഓഹോ ഇങ്ങനെ ആദ്യക്കുട്ടി അതൊക്കെ കഴിച്ചോണ്ടിരിക്കാണ്. ആദ്യക്കുട്ടി പറയുന്ന വീഡിയോ നിർത്താൻ ഡാറ്റ. അപ്പൊ ഇനി ആദ്യക്കുട്ടി ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ആദ്യക്കുട്ടി രാത്രിയിൽ ഉറങ്ങും. അപ്പോൾ ഇതായിരുന്നു ആദ്യക്കുട്ടിയുടെ ഫുഡ് റൊട്ടീനും ആദ്യക്കുട്ടിയുടെ ഒരു ഡേയും ഇങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് ആദ്യം തൊട്ട് രാവിലത്തെ എഴുന്നേക്കുന്നിടം തൊട്ട് എടുക്കാൻ പറ്റിയില്ല. ആദ്യക്കുട്ടി ഞാൻ എഴുന്നേൽക്കുമ്പോൾ അവൾ എഴുന്നേൽക്കും, അന്നേരം ഞാൻ എടുത്തു. ഉറങ്ങുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പം ആദ്യക്കുട്ടി ടാറ്റ പറഞ്ഞേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ടാറ്റ. ഓക്കെ ടാറ്റ ബൈ ബൈ. 2 കൈണ്ടൊക്കെ ടാറ്റ. ഓക്കെ ടാറ്റ.